കൂട്ടുകാരെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ഒരു നമസ്കാരമുണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം. നമ്മളിവിടെ കൊയ്യുന്നു കേട്ടോ, കൊയ്തു തുടങ്ങി. ഇതൊക്കെ കൊയ്തു തുടങ്ങി. ഇവിടെ ആൾക്കാർ കൊയ്യുന്നുണ്ട് അവിടെ, പിന്നെ മെഷീൻ വെച്ച് കൊയ്യുന്നു കേട്ടോ. മെഷീൻ വെച്ച് കൊയ്യുന്നിപ്പോൾ. ഇതെങ്ങനെയുണ്ടോ മെഷീൻ വെച്ച് കൊയ്യുന്നത്? എങ്ങനെ ആളിൻ്റെ ആവശ്യമില്ലാന്ന് തോന്നിട്ട് അതെങ്ങനെ അതിൽ കൂടെ തന്നെ കൊയ്ത് മറിച്ചിട്ട് നമ്മുടെ നാടിൻ്റെ ഒരു ഇത്. ഞങ്ങളൊക്കെ ചെറുതിലേ കൊയ്തിട്ടുണ്ട്. ചെറുതിലേന്നല്ല, ഒരു 35 വയസ്സ് വരെയൊക്കെ കൊയ്തിട്ടുണ്ട്. വയലിൽ ഇറങ്ങി കിടന്ന് മറിഞ്ഞ് എന്താ. ഇപ്പോൾ ഇതാണ് പണി. കാണാൻ കൊള്ളാം, നോക്കി നിൽക്കാം കേട്ടോ. വെറുതെ നിൽക്കുന്നെങ്കിൽ വെറുതെ നിൽക്കാനുള്ള സമയമില്ല. അതുകൊണ്ട് അങ്ങനെ എന്നിട്ട് എൻ്റെ കച്ചിൽ ഇങ്ങനെ താഴെ ഇടും കേട്ടോ. നെല്ലിൻ്റെ ഭാഗം മാത്രം അങ്ങനെ ആയി ചുറ്റിപ്പനച്ചാണ് ഇടുന്നത് കേട്ടോ. എന്നിട്ട് ചവറ് മാത്രം ഇടും, നെല്ല് വേറെ ഭാഗത്തോട്ട് ഇങ്ങനെ വീണ് കിടക്കുമായിരിക്കും. എങ്ങനെയെന്തോ അത് അടുത്ത് പോയി നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ എൻ്റെ പരിപാടി എന്തോ ആണെന്ന്. പരിപാടി ചേച്ചി, ഇപ്പം നമ്മുടെ നാട്ടിൽ മെഷീൻ വെച്ച് കൊയ്തല്ലേ, കൊയ്യലല്ലേ? പെണ്ണുങ്ങൾക്ക് വൈകിപ്പോൾ ഇപ്പം ആർക്കും കൊയ്യാൻ വയ്യാന്നല്ല, എല്ലാവരും ബിസിയാണ്. ഇതിൻ്റെ ചവറുകൾ എന്നിട്ട് എൻ്റെ കറ്റയെടുത്ത് ഇങ്ങനെ വെച്ചിട്ട് കേട്ടോ, കൊയ്തെടുത്തിട്ട് അതിൻ്റെ കച്ചിലിങ്ങനെ വീണുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ നമുക്ക് അടുത്ത് നിന്ന് നോക്കാൻ പറ്റില്ല. എനിക്ക് ജോലിക്ക് പോകാനും താമസിച്ചു. ഇതൊക്കെ തന്നെ ബിസി എന്ന് പറയുന്നത് എല്ലാവർക്കും കേട്ടോ. ഞാൻ രാവിലെ വന്നതാണ്. എൻ്റെ വീട്ടിൽ എനിക്ക് ഭയങ്കര ജോലിയായിരുന്നു. ഞാൻ നട്ടിരിക്കുന്നതിനൊക്കെ വെള്ളം കോരക്കും, തോട്ടിൽ നിന്ന് ജോലി സ്ഥലത്ത് പോകണം കേട്ടോ. ജോലി സ്ഥലത്ത് പോകണം. ഞാൻ രാവിലെ വീട്ടിൽ ജോലി സ്ഥലത്തു നിന്ന് വന്ന് വെള്ളം കോരി, ഞാൻ നട്ടിരിക്കുന്നതിനൊക്കെ വെള്ളം കോരി, ചവറും പുല്ലും എല്ലാം വാരി ഓരോന്നിൻ്റെയും മൂട്ടിൽ വെച്ച്, പിന്നെ എന്തൊരു ഭംഗി നോക്കിയല്ലേ. പൂത്തുവാരി കിടക്കുന്നു പൂവ്. നെല്ലാണോ കൊയ്ത് വെച്ചേക്കുന്നത്? എന്നിട്ട് പറഞ്ഞു തീർന്നില്ല. കാലിൻ്റെ മുട്ടൊന്നും വയ്യ. എന്തെന്നോ, തോട്ടിൽ നിന്ന് വെള്ളം കോരി മുകളിലോട്ട് കൊണ്ട് എല്ലാത്തിനെയും ഒഴിക്കണമല്ലോ. ഒഴിച്ചിട്ട് പിന്നെ ഈ തോട്ടിൻ്റെ സൈഡിൽ മഴയത്ത് തുളിയും വെള്ളമായിട്ട് ചവറുമായിട്ട് വന്ന് അടിഞ്ഞ് കിടന്നത്. ഇതേ മെഷീൻ്റെ എന്തോ ആണ് കേട്ടോ, കൊയ്യുന്നതിൻ്റെ മെഷീൻ്റെ ഇത് എന്തോ ഒരു ഏണി പോലൊരു സാധനം. ഏണി തന്നെ കേട്ടോ, ഏണി എന്തോ. എന്നിട്ട് ആ എക്കൽ തൊളിയെല്ലാം കൊണ്ടുവന്ന് ഈ നട്ടിരിക്കുന്നതിൻ്റെ മൂട്ടിലെല്ലാം ഇട്ട് കേട്ടോ. ചവറും എക്കൽ തൊളിയാണ്, ഭയങ്കര സ്മെല്ലാണ്. പക്ഷെ കുഴപ്പമില്ല, എനിക്കിഷ്ടം. അതെല്ലാം അളിച്ച് വാരി ബക്കറ്റിൽ കൊണ്ട് നട്ടതിനൊക്കെ ഇട്ടിട്ടുണ്ട്. ഓ, സമയം പോയി. കാര്യപ്പത്തെ താഴെയാണ്, താഴെ നിന്ന് മേലോട്ട് കൊണ്ടുപോകണം. ഇപ്പം മുട്ട് വയ്യ, മുട്ടുവേദന. അമ്മ, പിന്നെ വേറെന്താണ്, അവിടെയൊക്കെ കൊയ്ത് കഴിഞ്ഞതാ. കുറേ സ്ഥലത്തവിടെയൊക്കെ കൊയ്ത് കഴിഞ്ഞു. തൊട്ടാടിയിൽ പൂവെല്ലാം കരിഞ്ഞു. നമ്മുടെ ഈ കുഞ്ഞു പൂ കാണിക്കാം. നമ്മുടെ മഞ്ഞക്കുഞ്ഞു പൂവ്, നമ്മുടെ മഞ്ഞക്കുഞ്ഞു പൂവ്.
കണ്ട ഇത് മെഷീനിലാണ് കൊയ്തെടുത്തത് കേട്ടോ. കണ്ട മെഷീൻ കൊണ്ട് ഇങ്ങനെ കറങ്ങിയിരിക്കുന്നുണ്ടോ. കണ്ട ഇത്രയും പഴുത്ത് അങ്ങനെ അത് കൊയ്ത് ബാക്കിയുണ്ട ഇത്രയും ഇങ്ങനെ കിടപ്പുണ്ട്. കറ്റകൾ മാത്രമേ ഇങ്ങനെ കിടപ്പുണ്ട് കേട്ടോ. നമ്മൾ പണ്ട് കൊയ്യുമ്പോൾ എങ്ങനെയെന്ന് വെച്ചാൽ കൊയ്ത് വെളുപ്പിനേ ഇറങ്ങി കൊയ്ത് വീട് വയലിൻ്റെ ഉടമസ്ഥൻ്റെ വീട്ടിൽ കൊണ്ടിട്ട് കറ്റ അടിച്ച് അതിൻ്റെ നെല്ലും പദം മേടിച്ച് ഞങ്ങൾ ചെറുതിലെയൊക്കെ ഒരുപാട് ചെറുതിലേ അത് കൊയ്ത് കൊണ്ടുവന്നിട്ടാണ് അടുപ്പയിൽ വെച്ചിട്ട് ഓട് കലത്തിൽ കൊണ്ടുവന്നിച്ച് ഇതൊന്നാണ്ട കുറേയൊക്കെ നിൽക്കുന്നുണ്ട്. ഓട് കലത്തിൽ കൊണ്ട് ദൈവമേ അന്നൊക്കെ ആണെങ്കിലുണ്ടല്ലോ നമ്മുടെ കുട്ടിക്കാലത്തിൽ കൊയ്തിട്ട് പോകുമ്പോൾ ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ നെല്ല് മുറിഞ്ഞ് വയലിൽ കിടക്കും. അതെല്ലാം നുള്ളി പറയും കേട്ടോ. ഇപ്പോൾ എന്ത് നെല്ല് കിടക്കുന്നോ. ഇതായിപ്പോൾ ആൾക്കാർക്ക് കൊയ്യാൻ വേണ്ട നെല്ല് കിടക്കുന്നുണ്ടോ. എന്തോരം ഇത് കിടക്കുന്നുണ്ടോ നോക്ക്. ഉണ്ടോ ഇത് മെഷീൻ ഇങ്ങനെ ഒരുപാട് ഉള്ളിലോട്ട് കയറി വരില്ല. അതാണ് എന്നിട്ട് നമ്മളതിനെ കൊണ്ടുവന്ന് അമ്മയൊക്കെ വന്ന് വറുത്തിട്ട് അപ്പോൾ തന്നെ വെച്ച് ഇങ്ങനെ അമ്മിക്കല്ലി വെച്ച് അരച്ച് വന്ന് ചതച്ചെടുത്ത് എങ്ങനെയൊക്കെയോ എന്തോ ആ നെല്ല് തന്നെ കൊണ്ടുവന്നിട്ട് കൊയ്ത് ആ നെല്ല് തന്നെ കൊണ്ടുവന്ന് വറുത്തെടുത്ത് ഇങ്ങനെ ഇത് അരങ്ങിയൊക്കെ എടുത്ത് നമ്മൾ കഞ്ഞി വെച്ച് കുടിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കാലം നമുക്കുണ്ടായിരുന്നു. ഇപ്പോഴും അങ്ങനെ ചെയ്തില്ലെങ്കിലും അതിൻ്റെ വേറൊരു ഭാഗം തന്നെ ഇപ്പോഴും ഓരോ ദുഃഖങ്ങൾ ഓരോ മനുഷ്യർക്കും. ആണ്ട ഇത് കൊയ്ത് കറ്റ അടിക്കുകയാണ് ചെയ്തത്. കറ്റ അടിച്ചിട്ട് ആ കച്ചിൽ കളഞ്ഞും പോയി. മറ്റേതിങ്ങനെ കച്ചിൽ കളയാറില്ല. കച്ചിൽ വീട്ടിൽ കൊണ്ടുവന്ന് അടുക്കി വെച്ച് ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് ചെന്നിട്ട് ആ കച്ചിൽ നിരത്തിയിട്ടിട്ട് കമ്പ് കൊണ്ടടിച്ചിട്ട് അതിനകത്ത് നെല്ല് കിട്ടും. ആ നെല്ല് പകുതി ജോലി ചെയ്യുന്നവർക്കും കൊടുക്കും, പകുതി നെല്ല് വീട്ടുകാർക്കും കൊടുക്കും. പിന്നെ ശരി സഹോദരങ്ങളെ, ടാറ്റാ ടാറ്റാ. ഭയങ്കര ക്ഷീണം. ടാറ്റാ.